കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടരോ, കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടരോ, കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചടുചടെ ഉയരും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ. ചടുചടെ ഉയരും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ. പാരിൽ പാർത്തിടും നാവന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. പാരിൽ പാർത്തിടും നാവന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവിടരോ, കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടരോ, കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗദുഃഖങ്ങളും മാരേണമതോ, തെല്ലും നീ ഭയന്നിടാതെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയന്നിടാതെ. ദേഹം മണ്ണോടു ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവിടരോ, കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടരോ, കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഹല്ലേലൂയ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം സ്തോത്രം. ദുഃഖങ്ങളും രോഗങ്ങളും ദുഃഖങ്ങൾ മരണമതോ, തെല്ലും നീ ഭയന്നിടാതെ. രോഗങ്ങളും ദുഃഖങ്ങൾ മരണമതോ, തെല്ലും നീ ഭയന്നിടാതെ. ദേഹം മണ്ണോടു ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോടു ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവിടരോ, കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടരോ, കാണുന്ന വന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ദീകാരാധന വൗഡേരകതല ഹസ്തല വൗഡാര, ഉടവാസന്തല ദീകാരാധന വൈഡേരകതാര. വർഗമാന വൈഡേരകതല ഹസ്തല വൗഡേരേ, ഉടവല വരവാദികൾ പ്രൗഢാര. ദീപാരാധന വൈഡേരകതാര, വസ്തുരാധന വൈഡേരകതാനം. വർഗമാന വൈഡാരകതല ഘടവന വരവാന, ജീവൽ പ്രാണന ഹർഗ വൈഡേരകതാവൗദാന. ഉടവല വരവാ സുന്ദര രാജന വൈഡേരകതാന. നിവാരാജ സ്ഥല ഉടവല വരവ സുന്ദരാജന ഉടവല വരവ ശവ ഉടവല വരവാ സുന്ദർ
ജീവരാജന വൈഡാരകതല പൗഡബലവരവ ശവലവദോസ്യ ഉദവാചനകൾ ചെയ്താരകത വൈഡവരവരവ സുന്ദരാദിന ഉദവലവരവ ശവവരവ ജീവരാജന വൈഡാരകൾ അർദ്ധമാന വൈഡേരകൾ പൗഡബലവരവ ശവവ ഉദവലവരവ സന്തൽ പൗഡബലവരവ ശാലവരവസ്യവ കടകാജനകര ദിഗതര വൈഡാരകതൽ പൗഡബലവരവ ശവവ ഉദവവവ സുന്ദരാദിന ഉദവലവരവ ശാലവരവസ്യവ കടകം ജനകര ദിഗതര വൈഡര രഗതൽ അർദ്ധമാനവ വൈഡേരകതല പൗഡബലവ ശവവ Jesus, Calvary, Kruba, 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 Yeshua, Jayam, Kruba, Kruba. Amen, 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 amen. Take the all, Jayam, 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 hallelujah, Kruba, Kruba, Kruba. Vaidamana, Digal, Prouda, Varavara, Shala, Varavasya, Argamana, Vaiderical, Prouda, Varavara, Sandara, Argamana, Vaida, Dikadara, Vaiuda, Udavala, Sandana, Dikadara, Vaida, Prouda, Varavara, Shababa. Yes, with the all, Jayam, 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 hallelujah, Kruba, Kruba. Amen. Sodra, Sodra, Sodra. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്ര, സ്തോത്ര, സ്തോത്ര. നമുക്ക് പ്രോഗ്രാം വായിക്കുമല്ലേ? സങ്കീർത്തനം വായന. സങ്കീർത്തനം വായന ഗ്രേസി പോളാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടോ ആന്റി? ഉണ്ടോ? ഉണ്ട്. ഓക്കെ ആന്റി. സ്തോത്ര, സ്തോത്ര. ആമേൻ. ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനം 1 തൊട്ട് 10 വരെ വാക്യങ്ങൾ വായിക്കാം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കാൻ തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസന മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമല്ലണമേ. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും വരുത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, സ്വർഗപിതാവേ, അടിയങ്ങൾക്ക് നൽകിയ സങ്കീർത്തനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവ്, ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുത്തെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവ് മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിച്ചും കൃപയോട് കേൾക്കണമേ. അതിന്റെ 3-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ദാവീദ് രാജാവ് പറയുകയാണ്, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ളവനാണ്. അവൻ ജയക്രിസ്തുവാണ്. അവൻ ഇസ്രായേലിന്റെ ജയവീരനാണ്. അവന് കഴിയാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല, പരാജയപ്പെടേണ്ട ആവശ്യമില്ല. എന്റെ കർത്താവ് എന്നോട് കൂടെ ഇരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്, ദാവീദ് രാജാവ്. അതെ, 2 രാജാക്കന്മാർ 6:19-16 പറയുന്നു. 6:16 പറയുന്നു, അരാം രാജാവിന് വിരോധമായി, ഏലീശയ്ക്ക് വിരോധമായി അരാജാവും സൈന്യങ്ങളെല്ലാം ഒരു കൂട്ടം ജനങ്ങൾ പാളയത്തിന് ചുറ്റും പടകേറി. അപ്പോൾ ഏലീശയുടെ ബാല്യക്കാരൻ കൂടെ ഉള്ളവരെല്ലാം ഭയപ്പെട്ടു. പക്ഷെ ഏലീശ പറഞ്ഞു, ഭയപ്പെടേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാൾ വലിയവനാണ്. വലിയവനായ കർത്താവ് നമ്മോട് കൂടെ ഉള്ളപ്പോൾ നാം ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല എന്ന് ധൈര്യപ്പെടുത്തി അവർ ആശ്വാസം പ്രാപിച്ചു. അവർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് വിടുവിച്ചു. ദൈവമക്കളെ, നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 1 യോഹന്നാൻ
4:4 പറയുന്നു, നമ്മളിലുള്ള ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ്. സകല ദേവന്മാരും വലിയവനായ കർത്താവ് നമ്മോട് കൂടെ വരുമ്പോൾ നമുക്ക് വിരോധമായ ശത്രു എത്ര കണി വെച്ചാലും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. യെശയ്യാ 54:17 പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധം ഫലിക്കയില്ല. ദൈവമക്കളെ, ഒരു സൈന്യം നമുക്ക് വിരോധമായി പാളയമിറങ്ങിയാലും നാം ഭയപ്പെടേണ്ടല്ല. നമ്മൾ സേവിക്കുന്ന ദൈവം ജയക്രിസ്തുവാണ്. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ നോക്കിക്കോ. അവർ ആ ചെങ്കടൽ കണ്ടപ്പോൾ ഭയപ്പെട്ടു. പക്ഷേ മോശ അവരെ ധൈര്യപ്പെടുത്തി. നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായി ഇരിപ്പേൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഫറവോനെയും സൈന്യത്തെയും കുതിരവീരന്മാരെ എല്ലാം ആ ചെങ്കടൽ മുക്കിക്കളയത്തോളം ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. 118 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കില്ല. മനുഷ്യനോട് എന്ത് ചെയ്യും? കർത്താവ് എന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടില്ല. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ഗോലിയാത്തിനെയും സിംഹത്തെയും കരടിയെയും ഒക്കെ ജയിക്കുവാൻ കർത്താവ് അവനെ സഹായിച്ചത് യഹോവയുടെ പക്ഷത്ത് ഉള്ളത് കൊണ്ടാണ്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുപോലെ 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയാണ്, എനിക്ക് വിരോധമായി ചുറ്റും പാളയമായി ഇറങ്ങിയ 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടില്ല. യഹോവയെ എഴുന്നേൽക്കണേ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. ദാവീദ് രാജാവിന് ഭയമില്ല. യഹോവ എനിക്ക് വിരോധമായി ശത്രു എത്ര കണി വെച്ചാലും എനിക്ക് ഭയപ്പെടേണ്ട. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരും. 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടില്ല. കർത്താവ് എന്നോട് കൂടെ ഉണ്ട്, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇസ്രായേലിന്റെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. നമ്മൾ ഒന്നിനാലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദാവീദ് രാജാവ് ഈ ഗോലിയാത്തിനെയും എല്ലാവരെയും ജയിക്കുവാൻ കാരണം കർത്താവ് അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് ജയിക്കാൻ പറ്റി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കർത്താവ് നമ്മളെ പേർ വിളിച്ചത് കർത്താവിന്റെ ഉള്ളങ്കരത്തിൽ നമ്മളെ വഹിച്ചിരിക്കുന്ന കർത്താവാണ്. നമ്മുടെ പ്രശ്ന സാഗരത്തിൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പക്ഷേ നമ്മുടെ കടമയാണ് ഏത് പ്രശ്ന നിരാശപ്പെട്ട് അധൈര്യപ്പെട്ട പോലെ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും. ഞാൻ നിന്നെ വിടുവിക്കും എന്ന് പറഞ്ഞവൻ നമ്മോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സൈന്യം നമുക്ക് വിരോധമായി ഇറങ്ങി വന്നാലും ഇസ്രായേലിന്റെ പരിവാൾ നമ്മോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു സാഹചര്യം എനിക്ക് തന്ന പ്രിയപ്പെട്ട എല്ലാവരോടും, എന്റെ ഭാരവാഹികളോടും, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇരുന്നോളുന്നു. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. സങ്കീർത്തനം വായിച്ച് പ്രവചിപ്പാൻ ദാസ്യ ദൈവോടുന്ന് ബലപ്പെടുത്തി അധികമായി അനുഗ്രഹിക്കട്ടെ. പാത്തികത്തിലും ഫലം കായ്ച്ച് പുഷ്ടി പിടിച്ചു വരുപ്പാൻ പിന്നെയും ദേശത്തിലൂടെ തലമുറകൾക്ക് വേണ്ടി കരുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ. ഞാൻ പ്രോഗ്രാം ഒന്ന് വായിക്കാം. സങ്കീർത്തനം വായന കഴിഞ്ഞ റിപ്പോർട്ട് ഷൈല ബെന്നിയാണ്. സോങ് ജെസ്സി ജോർജ്. അനുഭവസാക്ഷ്യം സ്നേഹ ബിജോയി. വീണ്ടും ഒരു സോങ് സൂസൻ ബാബു. മധ്യസ്ഥ പ്രാർത്ഥന സിനി ബാബു. ബൈബിൾ റെഫറൻസ് സിനി ബാബു. വീണ്ടും ഒരു സോങ് ആണ് സ്നേഹ ബിജോയ്. സ്പെഷ്യൽ പ്രോഗ്രാം ജാൻസി ജെയ്സൺ. ഇതില് പാട്ട് നമുക്ക് പെട്ടെന്ന് റിപ്പീറ്റേഷൻ ഇല്ലാതെ പാടുക. മധ്യസ്ഥ പ്രാർത്ഥന കുറച്ച് വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക കുറച്ച് സമയം കൊണ്ട്. പിന്നെ സ്പെഷ്യൽ പ്രോഗ്രാം 5 മിനിറ്റ് എടുക്കുക. ബൈബിൾ റെഫറൻസ് 5 ക്വസ്റ്റ്യൻ ആകാം. അനുഭവസാക്ഷ്യം 5 മിനിറ്റ്. മെസ്സേജ് 15 മിനിറ്റ്. ഇങ്ങനെയാണ് എന്റെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് റിപ്പോർട്ട് വായനയ്ക്കായിട്ട് ഷൈല ബിന്നിയെ ക്ഷണിച്ചുള്ളൂ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷയായിരിക്കുന്ന പ്രിയ ലതാ ഷാജി സിസ്റ്ററിനും നമ്മുടെ ഗ്രൂപ്പിന്റെ മറ്റെല്ലാ ഭാരവാഹികൾക്കും ഇന്ന് സൂമിലായിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. 22/1/2024 ലേഡീസ് മീറ്റിംഗിന്റെ റിപ്പോർട്ട്. 22/1/2024 ലേഡീസ് മീറ്റിംഗ് സിസ്റ്റർ ഷൈല ബെന്നിയുടെ അധ്യക്ഷതയിൽ കൂടി സിസ്റ്റർ ഗ്രേസി പോൾ ആന്റി പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. സിസ്റ്റർ ഷൈല ബെന്നി പാട്ടുപാടി ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു. തുടർന്ന് സിസ്റ്റർ ജാൻസി ജെയ്സൺ 98-ാം സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ചു. അതിനുശേഷം സിസ്റ്റർ ഷൈല ബെന്നി കഴിഞ്ഞ ലേഡീസ് മീറ്റിംഗിന്റെ റിപ്പോർട്ട് വായിച്ചു. സിസ്റ്റർ ലതാ ഷാജി റിപ്പോർട്ട് പാസ്സാക്കുകയും സിസ്റ്റർ ജെസ്സി ജോർജ് പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് സിസ്റ്റർ ഗ്രേസി പോൾ ആന്റി മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്തു. അതിനുശേഷമായി സിസ്റ്റർ മേരി ജോർജ് തന്റെ അനുഭവ സാക്ഷ്യം പറയുകയുണ്ടായി. തുടർന്ന് സിസ്റ്റർ ജെസ്സി ജോർജ് നല്ലൊരു സ്പെഷ്യൽ പ്രോഗ്രാം നടത്തി. അതിനുശേഷമായി സിസ്റ്റർ ലതാ ഷാജി മനോഹരമായ ഒരു ഭാവന ലേയെ കുറിച്ച് അവതരിപ്പിച്ചു. തുടർന്ന് സിസ്റ്റർ ജെസ്സി ജോർജ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നല്ലൊരു മെസ്സേജ് പറയുവാൻ തൊക്കണം ഇടയായി തീർന്നു. തുടർന്ന് സിസ്റ്റർ ലതാ ഷാജി പ്രാർത്ഥിക്കുകയും സിസ്റ്റർ ഗ്രേസി പോൾ ആന്റി ആശീർവാദം പറയുകയും ചെയ്ത് മീറ്റിംഗ് അവസാനിപ്പിച്ചു. ഈ മീറ്റിംഗ് ഞാൻ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി ഷൈല. ആസാക്കാമോ?
പാസ്സാക്കാമെങ്കിൽ കഴിഞ്ഞ മീറ്റിംഗ് ഉണ്ടായിരുന്നവർക്ക് പാസ്സാക്കുകയും പിന്താങ്ങുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഈ റിപ്പോർട്ട് ഞാൻ പാസ്സാക്കിയിരിക്കുന്നു. ഓക്കെ, ഒരാൾ പിന്താങ്ങും. ഞാൻ അതിനെ പിന്താങ്ങിയിരിക്കുന്നു. ഓക്കെ ഓക്കെ. ജെസ്സി ജോർജ് പാട്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. കേൾക്കുന്നില്ല, സൗണ്ട് ഇല്ല കേട്ടോ. കേൾക്കത്തില്ലേ? കേൾക്കത്തില്ല. കേൾക്കത്തില്ല. മൈക്കില്ലാതെ പഠിക്കേ. കേൾക്കത്തില്ലേ? ഞാൻ അൺമ്യൂട്ട് ആക്കിയാണല്ലോ വെച്ചിരിക്കുന്നത്. സിസ്റ്റർ കേൾക്കാവോന്ന് ചോദിക്കണത് കേൾക്കാം, പാടുന്നത് കേൾക്കത്തില്ല. കേൾക്കത്തില്ല? കർത്താവിൽ സന്തോഷം. ആമേൻ. സന്തോഷം. ആമേൻ. സിസ്റ്റർ മൈക്കില്ല. ഇല്ല, കേൾക്കത്തില്ല. മൈക്കില്ലാതെ ഒന്ന് പാടി നോക്കി. സൗണ്ട് ഇല്ല. മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു പാട്ട്. ക്ലിയർ അല്ല. ഇല്ല, കേൾക്കത്തില്ല. ക്ലിയർ അല്ല. മൈക്കില്ലാതെ ഒന്ന് പാടി നോക്കിക്കേ. ആമേൻ. സ്തോത്രം. ബലഹീന
ജീവനെന്നു ഞാൻ കരുതിയ അവൻ എന്നോടു ചൊല്ലി ബലഹീനനെന്നു ഞാൻ കരുതിയ അവനോടു ചൊല്ലി ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോട് കൂടെ ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ സന്തോഷം അവനെൻ ബലം പാരിതിൽ പാർക്കുന്ന അവനെന്തേലും അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവും അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവവുമേ. സോറി, ഞാൻ ഇത് ഈ സെറ്റ് വെച്ചാണ് എപ്പോഴും പാടുന്നത്, അതുകൊണ്ടാ കേൾക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, താങ്ക് യു. ഓക്കെ, മനോഹരമായ പാട്ട് പാടുവാൻ ദാസിയെ ബലപ്പെടുത്തി. അല്പമില്ലാത്ത ഇച്ചിരി മിസ്റ്റേക്ക് വന്നെങ്കിലും ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചും അവന്റെ കരുതലിനെ കുറിച്ച് പാടുവാൻ. അടുത്തതായിട്ട് നമുക്ക് അടുത്ത പ്രോഗ്രാം അനുഭവ സാക്ഷ്യമാണ്. അതിനായിട്ട് സ്നേഹ ബിജോയിയെ ക്ഷണിച്ചുകൊള്ളുന്നു. 5 മിനിറ്റ് എടുക്കുക. പ്രൈസ് ലോർഡ്. കേൾക്കാമോ? കേൾക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രോഗ്രാം അനുഭവ സാക്ഷിയാണ്. ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന സിസ്റ്റർ ലതാൻഡിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റു എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ സ്നേഹവന്ദനം. ഇവർക്കും അറിയാവുന്നതുപോലെ എൻ്റെ പേര് സ്നേഹ എന്നാണ്. ഞങ്ങൾ തൃശ്ശൂർ പട്ടണത്തിലാണ് താമസിക്കുന്നത്. ദൈവവേലയിലായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ 2 തലമുറകൾ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയിട്ടുണ്ട്. അങ്ങനെ അരിപൂർ എന്ന സ്ഥലത്ത് ഞങ്ങൾ ദൈവവേലയിലായിരിക്കുന്നു. ഇന്ന് ഞാൻ പങ്കിടാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ദൈവത്തെ നാൾതോറും അത് സ്മരിച്ച് നന്ദിയോടുകൂടി മുമ്പോട്ട് പോകേണ്ട ഒരു പ്രത്യേകമായിട്ടൊരു കാര്യമാണ് നിങ്ങളോട് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് എൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യത്തെ കുഞ്ഞിന് ഞാൻ ജന്മം നൽകുന്നതിനേക്കാൾ മുമ്പ് ഒരു 2ാമത്തെ സ്കാൻ, അതായത് 6ാം മാസത്തിൽ ഞാൻ ഒരു സ്കാൻ ചെയ്തപ്പോഴും നമ്മള് ഒരു വർഷത്തിൽ 9 മാസത്തിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് 3 സ്കാൻസ് ആണ് ചെയ്യുന്നത്. അപ്പം 6ാം മാസത്തിൽ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് ഡെലിവറിയോടുകൂടി അത് നീക്കം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ഭാരപ്പെടേണ്ട എന്നാണ് ഡോക്ടർ ഞങ്ങളെ അന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചത്. എന്നാൽ അത് വളർന്ന് വലുതായി ഡെലിവറിയുടെ ടൈം ആയപ്പോൾ ഡെലിവറിയുടെ സമയത്ത് ആ ഒരു സിസ്റ്റർ എക്സ്പ്ലോർഡ് ആയി. അതായത് അത് കുഞ്ഞിനേക്കാളും വലുതായിട്ട്, അതായത് 1 കിലോ 200 ഗ്രാമോളം ആയിരുന്നു ആ മുഴ. അത് ഒവേറിയൻ സിസ്റ്റ് ആയിരുന്നു. ഡിസർഗിനോമ എന്നാണ് ആ അസുഖത്തിന്റെ പേര്. അത് ലോ ഗ്രേഡ് ക്യാൻസർ പോലെയാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അത് 1,00,000-ൽ ഒരാൾക്കാണ് അന്ന് ഒരു 10-12 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നത്. ഇതിപ്പോ അത് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഡിസീസാണ്. അന്ന് ഞാൻ വളരെ ഭാരപ്പെട്ടു, എന്തായി തീരുമെന്നുള്ള ഒരു വളരെ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ ആ നിമിഷങ്ങളാണ്. അന്ന് കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റുമോ, എന്റെ കാര്യം സീരിയസ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒന്നെങ്കിൽ മദറിനെ രക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുഞ്ഞിനെ നിങ്ങൾ ഏതായാലും പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അന്ന് കൂട്ടായി തന്നവൻ കുടുംബമായി വളരെ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി. 1.5 കിലോ മുഴ നീക്കം ചെയ്ത് അത്ഭുതകരമായി പൈതലിന് ജന്മം നൽകുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ആ ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ ശരീരം വളരെ വീക്കാണ്, അത് കാരണം റിപ്പീറ്റഡ് 2 വർഷം വരെ എല്ലാ മാസവും സ്കാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു 1.5 കൊല്ലത്തോളം ഞങ്ങൾ എല്ലാ മാസവും ബ്ലഡ് ടെസ്റ്റും സ്കാനും ഡോക്ടറുടെ ഒബ്സർവേഷണൽ മെഡിക്കേഷനിലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും ഇരുന്നു. എന്നെ വളരെ ആശ്വസിപ്പിച്ച ഒരു വചനമാണ് 34-ാം സങ്കീർത്തനം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ വളരെ മനഭാരത്തോട് ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇടയായി. ഡോക്ടർ ഇനി കൺസീവ് ആകരുതെന്നാണ് പറഞ്ഞത്. എന്നാൽ 1.5 വർഷം
കഴിഞ്ഞപ്പോൾ രണ്ടാമത് കൺസീവ് ആയി. ഏത് ഡോക്ടറാണോ ഇത് നടക്കത്തില്ല, സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതേ ഡോക്ടർ തന്നെയാണ് രണ്ടാമത് പ്രസവം എടുത്തതും. സെയിം ഹോസ്പിറ്റൽ, സെയിം ഡോക്ടർ, സെയിം റൂമിൽ തന്നെയായിരുന്നു. അത്ഭുതകരമായുള്ള വിടുതൽ ദൈവം എനിക്ക് നൽകി. അത് ഒരിക്കലും എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നേരത്തെ നമ്മുടെ ആന്റി ഗ്രേസി ആന്റി പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം വലിയവനാണ്, ശക്തനാണ്, കൂടെ ഇരുന്ന് നമ്മളെ താങ്ങുന്ന ദൈവമാണ്. അത് ഞാൻ ആ ദിവസങ്ങളിൽ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അത് ഞാൻ രുചിച്ചറിയുവാൻ, ദൈവത്തിന്റെ ആ സ്നേഹം ഞാൻ പ്രത്യേകം രുചിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. ഇപ്പോഴും ഒരു ഓവറി എനിക്കില്ല, എന്നാൽ ഒരു പ്രതിസന്ധികളില്ലാതെ മുമ്പോട്ട് ദൈവം അത്ഭുതകരമായുള്ള വിടുതൽ ദൈവം നൽകി എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോഴും ഈ പ്രോഗ്രാമിൽ ഞാൻ ഭാഗമായി തീരുന്നത് ഈ 2 തലമുറകളെ അവരെ കൊണ്ടാണ്. അവര് കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷ്യം നിൽക്കുവാൻ ഇടയായത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സെക്രട്ടറിയായ സ്റ്റീഫൻ പാസ്റ്റർ ഇങ്ങനെ പറയുവാൻ ഇടയായി, നമ്മുടെ ടീമിലെ മിന്നും താരങ്ങളാണ് പ്രിസിലയും പെർസിസ് എന്ന്. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി, സന്തോഷം തോന്നി. നമ്മുടെ തലമുറകൾ ലോകമോഹങ്ങൾക്കൊന്നും പെട്ടുപോകാതെ വണ്ണം ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി അവരെ വളർത്തിയെടുക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. അനേകരിൽ നിന്ന് നല്ല വാക്കുകളും സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അതിന് ജീവിതത്തിൽ വളരെ സന്തോഷമുണ്ട്. ആന്റി സൂചിപ്പിച്ചതുപോലെ എന്നും ദൈവം നമ്മളെ താങ്ങി കൂടെ നടത്തുന്ന ദൈവമാണ്. എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം തക്കതായ മറുപടികൾ നൽകി. അതുപോലെ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഏത് കാര്യം നമ്മുടെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു അത് വൃഥാവായി പോകത്തില്ല. നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവം, നമ്മുടെ കണ്ണുനീർ ഒപ്പുന്ന ദൈവം, നമ്മുടെ കണ്ണുനീർ അവൻ തുരുത്തിലാക്കി വെക്കുന്നതിന് അതൊക്കെ തക്കതായ പ്രതിഫലം ദൈവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസരം ഒരുക്കി തന്ന ഈ ടീമിനും പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും സെക്രട്ടറിക്കും മറ്റു എല്ലാ ഭാരവാഹികൾക്കും ഞാൻ നന്ദിയെ രേഖപ്പെടുത്തുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അടിയങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ശുശ്രൂഷയെ വഹിച്ചും കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ എന്റെ സാക്ഷികൾ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സാക്ഷിദാസിയുടെ ദൈവിക വിടുതലിനെ കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ വഴികളല്ല മനുഷ്യന്റെ വഴികൾ, ദൈവത്തിന്റെ വിചാരങ്ങളല്ല മനുഷ്യന്റെ വിചാരങ്ങൾ. ദൈവം അതിശോൽപരമായി നീക്കുപോക്കുകൾ നമ്മിൽ നടക്കുന്ന ആ ഒരു വിടുതലിന്റെ സാക്ഷി കേൾപ്പാൻ ദൈവടയാക്കി. പിന്നെയും തലമുറകളെയും ദാസിനെയും ഒക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ഒരു സോങ് ആണ്. സൂസൻ ബാബു ഉണ്ടോ? സൂസൻ ബാബു സോങ്. സൂസൻ ബാബു ഉണ്ടോ? സൂസൻ ബാബു ഇല്ല എങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന ശ്രീനി ബാബുവിനെ ക്ഷണിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം. നമ്മുടെ പ്രസിഡന്റും ചെയർമാനും ആയിരിക്കുന്ന തോമസങ്ങളുടെ ഭവനത്തിനോർത്ത് പ്രാർത്ഥിക്കാം, ആന്റീനോർത്ത് പ്രാർത്ഥിക്കാം, ചമോനോർത്ത് പ്രാർത്ഥിക്കാം, മാതാവിനായി പ്രാർത്ഥിക്കാം, ബിജുമോനോർത്ത് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണം, ദൈവസാന്ത്യം കൂടിയിരിക്കണം. ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ദാസിനോർത്ത് പ്രാർത്ഥിക്കണം, സെക്രട്ടറിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, ജനറൽ സെക്രട്ടറി ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതെല്ലാം വഹിച്ചുകൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ശൈല സിസ്റ്റർ മാറ്റം മാറിപ്പോയെന്ന് തോന്നല്ലോ സിസ്റ്ററിന്. ചർച്ച് വേറെയിലാണല്ലോ പറയുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന പറയുന്നത് നമ്മളെ ട്രിനിറ്റിയുടെ അല്ലല്ലോ പറയുന്നത്. കുഴപ്പമില്ല. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദാസി പറഞ്ഞതായ പ്രാർത്ഥനാ വിഷയം സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന തോമസ് അങ്കിളിനെ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബമായി മാനിക്കണമേ, ആദരിക്കണമേ. പ്രിയപ്പെട്ടവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദൈവിക ദർശനങ്ങൾക്കായി, കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കണമേ. പ്രത്യേക മേരിക്കുട്ടി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദാസി ശാരീരികമായ വളരെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന കർത്താവേ, സൗഖ്യദായകനായ ദൈവത്തിന്റെ കരം അവിടെ ചലിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദാസിയുടെ ഉച്ച മുതലുള്ള കാലം വരെ ദൈവശക്തി വ്യാപരിക്കണമേ. ഷുഗർ
ഷുഗർ ഒക്കെ നോർമൽ ആകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കണമേ. കൂടുവാനോ കുറയുവാനോ ഒന്നും ദൈവം അനുവദിക്കാതെ വണ്ണം എല്ലാം നോർമൽ ആയിരിക്കാൻ ഹാലലിയ പൂർണ്ണ അധികം ശക്തിയോടെ കർത്താവ് ആരോഗ്യവതിയായി തീരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനം കൊടുത്ത തലമുറകൾക്കായി സ്തോത്രം. മൂത്തമോനെ കുടുംബം അനുഗ്രഹിക്കണമേ കർത്താവേ. ഹാലലിയ അവരുടെ കുടുംബജീവിതം ക്രിസ്തുവിൽ ധന്യമായി തീരണമേ. പിഞ്ചു കുഞ്ഞുങ്ങൾ രണ്ടുപേരെ അനുഗ്രഹിക്കണം. അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ ദൈവകൃപ കൂടിയിരിക്കണമേ. അങ്കിളിന്റെ ഇളയ മോനെ അനുഗ്രഹിക്കണമേ കർത്താവേ. ജോലി കാര്യങ്ങൾ കൂടിയിരിക്കുന്ന തക്ക സമയം നല്ല ഭാവി ഒരുക്കണം. അമ്മച്ചിക്കായി സ്തോത്രം. വാർദ്ധക്യ പ്രായമാണ് കർത്താവ്. ഉള്ളങ്കരങ്ങൾ വഹിച്ച് ഇന്നയോളം പരിപാലിച്ചു, വീണ്ടും പരിപാലിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റിനെയും കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ജനം കർത്തൃവേലയിൽ വീണ്ടും ശക്തമായി ശോഭിപ്പാൻ ഇടയാകണമേ. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സണ്ണിമത്തായി പാസ്റ്ററും കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവം മാനിക്കണം. വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കണം. തലമുറകളെ എല്ലാവരും ഏൽപ്പിക്കുന്നു കർത്താവേ. ഹാലലിയ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ജോസഫ് ചാക്കോ പാസ്റ്ററും കുടുംബത്തെ ഏൽപ്പിക്കുന്നു. കുടുംബമായി മാനിച്ചാട്ട് ആദരിച്ചാട്ട് മറ്റെല്ലാ ഭാരവാഹികളെ ഏൽപ്പിക്കുന്നു. കോർഡിനേഴ്സിനെയും സബ് കോർഡിനേഴ്സിനെ എല്ലാം കുടുംബമായി ഏൽപ്പിക്കുന്നു. എല്ലാ ഒഫീഷ്യൽസിനെ ഏൽപ്പിക്കുന്നു കർത്താവേ. എല്ലാ ആത്മീയന്മാരെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹാലലിയ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരും ഐക്യതയോട് നിൽപ്പാൻ ദൈവം സഹായിക്കും. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മുടെ രോഗികളായിരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജാൻസിസ്റ്റർ അതുപോലെ വിദാസൗരിമാര് പലമാർ രോഗത്താലായിരിക്കുന്നവരുണ്ട്. ദൈവം പിടിക്കേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദേവദാസന്മാരെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച കേട്ട പോലെ ദേവദാസന്മാർ ശരീരമാക്ഷണത്തിൽ കടന്നു പോകുന്നവരുണ്ട്. ദൈവം അവരൊക്കെ പിടിക്കണം, ഒത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഒത്ത് പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ആ കുഞ്ഞുങ്ങളെ ഒത്ത് പ്രാർത്ഥിക്കാം. +2 പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, വിവിധ കോഴ്സുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ വഹിച്ച് എല്ലാവരും നമുക്ക് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കട്ടെ വിലയേറിയ സമയത്തിനായിട്ട് അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. നാദാ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. ഞങ്ങളോട് കരുണ, കുഞ്ഞാടി രക്തത്തിൽ ഞങ്ങളെ കഴുകണമേ. ലൈൻ ലീഡ് ചെയ്യുന്ന ദാസിയെയും പ്രിയപ്പെട്ട എല്ലാവരെയും പേരുപേരായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ടീമിനെ എല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസി പറഞ്ഞ എല്ലാ വിഷയങ്ങളും അവിടുത്തെ ഉള്ളംകരത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോമല്ലോ. ഏത് പ്രശ്നത്തിന് നിന്റെ പക്കൽ വിടുതലുണ്ട് കർത്താവേ. രോഗികളായി കഴിയുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്, അവരെല്ലാം പേരുപേരായി അവിടുത്തെ ഉള്ളംകരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനെ സൗഖ്യം നൽകണേ. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഓരോരുത്തരുടെയും ഭാവി ജീവിതം, ആത്മീയ ജീവിതം എല്ലാം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിന് വലിയ സാക്ഷികളാക്കി തീർക്കണേ കർത്താവേ. നന്ദിയോട് സ്തോത്രം. ഞാൻ എല്ലാ ഭാരവാഹികളെയും പേരുപേരായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ദാസിയെയും കുടുംബത്തെയും ശുശ്രൂഷ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കാൻ സ്തോത്രം. മഹത്വം കർത്താവ് എടുക്കണേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കും കൃപയോട് കേൾക്കണമേ. ആമേൻ. വാഴ്ത്തുന്ന വിശ്വസനഗ്രഹത്തിനായ സ്വർഗപിതാവേ, ഈ രാത്രി സമയത്തിനായി സ്തുതിക്കുന്ന സഹോദരന്മാരുടെ കർത്താവ് മീറ്റിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ അടിയങ്ങളുടെ ജീവിതത്തെ തന്നുപോലെ ഏറിപ്പയ്ക്കായി സ്തുതിക്കുന്നു. ടിറ്റി കുടുംബത്തിൽ എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാണ്. ഇതിൽ നടക്കുന്ന പ്രോഗ്രാമുകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിൽ അപ്പച്ചങ്ങ് സഹായിക്കാൻ അത്ഭുതം പ്രവർത്തിക്കുമാറാണമേ. ലീഡ് ചെയ്ത് ദാസിയോത്ത് പ്രാർത്ഥിക്കുന്നു. വചനഘോഷിക്ക് ദാസിയോത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നിന്റെ കാര്യങ്ങളിലേക്ക് രോഗികളായിരിക്കുന്നവരൊക്കെ സൗഖ്യബലം കൊടുക്കുമാറാണമേ. ഇതിൽ ഓരോ പ്രവർത്തനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുമാറാണമേ. ദൈവത്തിന്റെ കരുതലും കോട്ടയും കൂടിയിരിക്കുമാറാണമേ. സംസ്ഥാനങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ ദൈവം ദാസിയോട് ബലപ്പെടുത്തി. യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ അവസ്ഥയ്ക്ക് ഭേദം കൊടുത്ത ദൈവം തന്റെ ദാസിയുടെയും വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങൾ വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരും ദൈവം നമുക്ക് മറുപടി നൽകി വരും ദിവസം നല്ല സാക്ഷി കേൾപ്പാൻ ഇടയാക്കട്ടെ. അടുത്തതായിട്ട് ബൈബിൾ റെഫറൻസ് ആണ്, അതും സിനിബാബു ആണ്. 5 ക്വസ്റ്റ്യൻ ആകാവേ. 5 മതി, സമയമില്ല, നമ്മുടെ സമയം പോയി. എല്ലാവരും ബൈബിൾ എടുത്തോ? സങ്കീർത്തനം 56:12. ദൈവമേ നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ജസ്റ്റിസ് മുമ്പിൽ ആരോ വായിച്ചിട്ടുണ്ട് കേട്ടോ. ലതാ ഷാജി. ഒബദ്യാവ് 3:13. ഉപദ്യ 3 ഇല്ലല്ലോ, 1 ഉള്ളൂ. സോറി, 1:13. 1:13. എന്റെ ജനത്തിന്റെ അപായ ദിവസത്തിൽ നീ അവരുടെ വാതിൽക്കകത്ത് കിടക്കേണ്ടതല്ല, അവരുടെ അപായ ദിവസത്തിൽ നീ അവരുടെ അനർത്ഥം കണ്ട് രസിക്കേണ്ടതുമല്ല.
അവരുടെ അപായ ദിവസത്തിൽ അവരുടെ സമ്പത്തിൽ മേൽ നീ കൈവയ്ക്കേണ്ടതുമില്ല. ന്യായാധിപന്മാർ 18:5. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട് അവനോട് ന്യായാധിപന്മാർ 18:5. അവർ അവനോട് അവൻ അവരോട് പോന്ന് അത് തന്നെ. എസ്റ്റർ 7. നാട്ടിയിരുന്ന കേൾക്കുന്നില്ലായിരുന്നു. റെഫറൻസ് കേൾക്കത്തില്ലായിരുന്നു. 7:10 അവർ ഹാമാനെ അത് ഓക്കെ സ്റ്റക്കായി നിൽക്കുക. കേൾക്കത്തില്ല സിസ്റ്റർ. സ്റ്റക്കായി നിൽക്കുന്നോ? കേക്കില്ല. നെറ്റ് പോയി നിൽക്കുകയാന്ന് തോന്നുന്നു. പോയോ? അടുത്ത പ്രോഗ്രാം വിളിക്കും. എന്നാ അടുത്ത പ്രോഗ്രാം സിനി അത് ക്ലോസ് ചെയ്യുന്നേ. അടുത്ത പ്രോഗ്രാം സോങ് ആണ്. സ്നേഹാഭിജയം ഉണ്ടോ? ഓക്കെ. ഞാനിന്നൊരു കന്നഡ പാട്ടാണ് പാടാൻ പോകുന്നത്. ನಿನ್ನಂತ ದೇವರು ಯಾರೂ ಇಲ್ಲ, ನಿನ್ನ ಹಾಗೆ ಪ್ರೀತಿಸುವವರು ಒಬ್ಬರೂ ಇಲ್ಲ. ನಿನ್ನಂತ ದೇವರು ಯಾರೂ ಇಲ್ಲ, ನಿನ್ನ ಹಾಗೆ ಪ್ರೀತಿಸುವವರು ಒಬ್ಬರೂ ಇಲ್ಲ. ಏಸಯ್ಯ ಏಸಯ್ಯ ನೀನಿಲ್ಲದೆ ನಾನಿಲ್ಲಯ್ಯ. ಏಸಯ್ಯ ಏಸಯ್ಯ ನೀನಿಲ್ಲದೆ ನಾನಿಲ್ಲಯ್ಯ. ಕಷ್ಟಗಳಲ್ಲಿ ದುಃಖಗಳಲ್ಲಿ ರೋಗದಲ್ಲಿ ಸಂಕಟದಲ್ಲಿ ಬಲವ ಕೊಡುವವನು, ಕಷ್ಟಗಳಲ್ಲಿ ದುಃಖಗಳಲ್ಲಿ ಜೊತೆಯಾಗಿರುವವನು, ರೋಗದಲ್ಲಿ ಸಂಕಟದಲ್ಲಿ ಬಲವ ಕೊಡುವವನು, ಕೊರತೆಗಳನ್ನು ನೀಗಿಸುವವನು ನೀನೇ ಏಸಯ್ಯ. ಕೊರತೆಗಳನ್ನು ನೀಗಿಸುವವನು ನೀನೇ ಏಸಯ್ಯ. ಸೋಲುಗಳಲ್ಲಿ ಜಯವನ್ನು ಕೊಡುವ ದೇವಾ ನೀನಯ್ಯ, ಸೋಲುಗಳಲ್ಲಿ ಜಯವನ್ನು ಕೊಡುವ ದೇವಾ ನೀನಯ್ಯ. ಏಸಯ್ಯ ಏಸಯ್ಯ ನೀನಿಲ್ಲದೆ ನಾನಿಲ್ಲಯ್ಯ. ಏಸಯ್ಯ ಏಸಯ್ಯ ನೀನಿಲ್ಲದೆ ನಾನಿಲ್ಲಯ್ಯ. ನನ್ನ ಜೀವಿತವೆಲ್ಲವನ್ನು ನನ್ನ ಕುರಿತು ಹಿತವಾಗಿ ಚಿಂತಿಸುವೆ ನೀನು, ನನ್ನಯ ಜೀವಿತವೆಲ್ಲವನ್ನು ತಿಳಿದಿರುವೆ ನೀನು, ನನ್ನಯ ಕುರಿತು ಹಿತವಾಗಿ ಚಿಂತಿಸುವೆ ನೀನು. ನಿನ್ನಯ ಕರದಿ ಹಿಡಿದು ನನ್ನ ನಡೆಸಿರುವೆ ದೇವ, ನಿನ್ನಯ ಕರದಿ ಹಿಡಿದು ನನ್ನ ನಡೆಸಿರುವೆ ದೇವ. ನನ್ನ ಸಹಾಯ ನನ್ನ ಬಂಡೆ ನೀನೇ ಏಸಯ್ಯ, ನನ್ನ ಸಹಾಯ ನನ್ನ ಬಂಡೆ ನೀನೇ ಏಸಯ್ಯ. ಏಸಯ್ಯ ಏಸಯ್ಯ ನೀನಿಲ್ಲದೆ ನಾನಿಲ್ಲಯ್ಯ. ಏಸಯ್ಯ ಏಸಯ್ಯ ನೀನಿಲ್ಲದೆ ನಾನಿಲ್ಲಯ್ಯ. ನಿನ್ನಂತ ದೇವರು ಯಾರೂ
ನಿನ್ನ ಹಾಗೆ ಪ್ರೀತಿಸುವವರು ಒಬ್ಬರು ಇಲ್ಲ, ನಿನ್ನಂತ ದೇವರು ಯಾರೂ ಇಲ್ಲ, ನಿನ್ನ ಹಾಗೆ ಪ್ರೀತಿಸುವವರು ಒಬ್ಬರು ಇಲ್ಲ. താങ്ക് യു. ദൈവ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു നല്ല പാട്ട് കേൾപ്പാർക്കണം. ദൈവത്തെ കൂടാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ദൈവം അധികമായി നിന്റെ ദാസിയെ അവിടുന്ന് ശക്തീകരിക്കട്ടെ. വീണ്ടും വിവിധ ഭാഷകളിൽ പാടുവാനും ദൈവം അധികാരിയായിട്ട്. അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ്. അതിന് ജാൻസി ജെയ്സിനെ ക്ഷണിക്കുന്നു. 5 മിനിറ്റ് ആണ് അനുവദിച്ചിരിക്കുന്ന സമയം. ഓക്കെ, സ്പെഷ്യൽ പ്രോഗ്രാം ജാൻസി ജെയ്സൺ. സിസ്റ്ററെ സോറി, ഞാൻ വീട്ടിൽ എത്താത്തോണ്ടേ പ്രോഗ്രാം എഴുതി വെച്ച് വീട്ടിലായി പോയി. അടുത്ത പ്രാവശ്യം. ഇല്ലല്ലേ? അടുത്തായിട്ട് നമുക്ക് വചനത്തിനായിട്ട് തങ്കമ്മ ഗ്രവീണിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായി ദേവദാസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. തങ്കമ്മ ഗ്രവീൺ ഉണ്ടല്ലോ, ഇല്ലേ? സ്പെഷ്യൽ പ്രോഗ്രാം നടത്താൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നടത്താം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നടത്താം. ജെസ്സി സിസ്റ്റർ പ്രിപ്പയർഡ് ആണോ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടത്താന്? പോയോ? ജെസ്സി പ്രൈസ് ദി ലോർഡ്. കാണത്തില്ലേ? എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടത്താം 5 മിനിറ്റ് കൊണ്ട്. നമുക്ക് അന്താക്ഷരി പാടാം. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, സോങ് റെഫറൻസ് ചെയ്യട്ടെ ഞാൻ? സോങ് റെഫറൻസ് ചെയ്താലോ? എന്തെങ്കിലും നടത്താം. സോങ് റെഫറൻസ് നടത്തിക്കോ സിസ്റ്ററെ, കുഴപ്പമില്ല. ഓക്കെ, സ്നേഹ വിജയ് സിസ്റ്റർ ചെയ്യട്ടെ. ഓക്കെ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പാരാനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പാരാനേ. റെഫറൻസ് പറയാമോ? മത്തായി യോഹന്നാൻ 6:70. 6:68. അമ്മച്ചി പറഞ്ഞത് അധ്യായം ശരി, വചനം 68 68ന്റെ 69 അവന് നിത്യജീവന്റെ വചനങ്ങളെ നിന്റെ പക്കല്. അതാ ഉയർത്തിയിടും ഞാൻ എന്റെ കൺകൾ. 121 സങ്കീർത്തനം 1 വാക്യം. ഞാൻ എന്റെ കണ്ണ് വായിക്കണേ. വായിച്ചോ? ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? 121 സങ്കീർത്തനം 1 വാക്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിത്തീരുമ്പോൾ, കരഞ്ഞു വരുന്ന കാക്കയെ കാണാതിരിക്കുമ്പോൾ, കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിത്തീരുമ്പോൾ. യോ 2 രാജാക്കന്മാർ 17:6. 1 രാജാക്കന്മാർ 17. 1 രാജാക്കന്മാർ 17. ഓക്കെ കറക്റ്റ്. ഭക്തർക്കൊരുക്കുന്നു വലിയ നന്മ, ഗുപ്തമായ വലിയ നന്മ, കണ്ണു കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല, ഒരു ഹൃദയവും അറിഞ്ഞില്ല. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആ വാക്യല്ലേ? 1 കൊരിന്ത്യർ 2:9. ഓക്കെ കറക്റ്റ്. സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും കണ്ണു കണ്ടിട്ടില്ല.
താഴ്വരയിലെ താമര. ഉത്തമഗീതം ഉത്തമഗീതം 2-ാം അധ്യായം യെസ് കറക്റ്റ് 1-ാം വാക്യം. 1-ാം വാക്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. കർമ്മേലിന്റെ താഴ്വരയിൽ ഒരു കൈവീക്കം ഞാൻ ഒരു കാണും. സൈന്യം വിറച്ച പോലെ. 1 രാജ 18-ാം അധ്യായത്തിന്റെ 20 44. 44. 44 അതെ. 44 അല്ല, അതുകൊണ്ട് 7-ാം ഒന്ന് പ്രാവശ്യം അവർക്ക് ആ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ 14 കൈ പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 17-14 ഗ്രേസി ആന്റി ചോദിക്കുന്നു. കർമ്മേലിന്റെ ഒക്കെ പർവ്വതത്തിലൊക്കെ കാണുന്നത് 20-ഉം 19 ഭാഗങ്ങളിലൊക്കെയാ. അതെല്ലാം ഉണ്ട്. അതെല്ലാം ഉണ്ട്. 18-ന്റെ 44 ഈ വായിച്ചത്. 18-ന്റെ 18-ന്റെ 44 അങ്ങനെ കർമ്മേലിലെ. അതെ അതെ കറക്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അവിടെ ഓക്കെ, കർമ്മേലിലെ നല്ലൊരു പ്രോഗ്രാം തക്ക സമയത്ത് ചെയ്യുവാൻ തക്കവണ്ണം ദാസ്യതയോടുന്ന കാര്യങ്ങളെടുത്ത് ഉപയോഗിച്ച് പിന്നെയും ദൈവം അധികമായി ഉപയോഗിക്കട്ടെ. അടുത്തതായിട്ട് ദൈവവചനത്തിനായിട്ട് തങ്കമഗ്രി വീൺസസ് ദൈവാസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. കർത്താവിന്റെ 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റ്. അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ മൊബൈലിൽ നെറ്റ് കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ വിട്ടുവിട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് ദൈവനാമത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇതിന് ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ ഈ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തില് എന്റെ സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. ചില മാസങ്ങൾക്ക് ശേഷം പിന്നെയും നമ്മൾക്ക് ഒരുമിച്ച് ദൈവസേനയിലായിരിക്കാൻ ദൈവം അവിടുന്ന് ഒരുക്കി. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. ഞാൻ പറയുന്നതൊക്കെ കേൾക്കാവോന്നേ? ഇടയ്ക്ക് വിട്ടുവിട്ടു പോകുന്നോണ്ടാണേ. കേക്കാം. നമ്മളെ ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 28, 29 2 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 28, 29. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ആ മനുഷ്യനെ വന്നു കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുന്ന ഒരു വാക്യമാണ്, പുസ്തകമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ, അതായത് ശമരിയ സ്ത്രീയെ കുറിച്ച് നമ്മള് ദൈവവചനം കേൾക്കാൻ തുടങ്ങി അന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പുസ്തകമാണ് ഈ ശമരിയ സ്ത്രീയെ കുറിച്ച്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ പിന്നെയും ഞാൻ ഒന്നുകൂടി അത് വായിക്കുന്നു. അനന്തര സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട് താൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ആ മനുഷ്യനെ വന്ന് കാൺമി, ഒരുപക്ഷെ ക്രിസ്തു ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഈ വാക്യത്തെ കുറിച്ച് ഞാനൊരു ചെറിയൊരു മെസ്സേജ് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ സുവിശേഷീകരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേനും ഹല്ലേലൂയ, ഏതൊരു ക്രിസ്ത്യാനിയും യേശുവിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ് ഈ സുവിശേഷീകരണത്തിന്റെ ഹല്ലേലൂയ ഒരു പ്രത്യേകത. നാം അറിഞ്ഞ സത്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുക, അതാണ് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. താൻ ചെയ്തതൊക്കെയും അന്ന് എന്നോട് പറഞ്ഞ ആ മനുഷ്യനെ വന്ന് കാൺമീൻ എന്നാണ് പറഞ്ഞത്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. നമ്മളും നമ്മുടെ യേശുവിനെ കുറിച്ച് നമ്മൾ അനേകരോട് പറയുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ പറയുന്നില്ലായിരിക്കാം. മുമ്പേ പ്രിയ സ്നേഹ സിസ്റ്ററിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഹല്ലേലൂയ കേൾക്കുവാനിടയെ ദൈവം അവരുടെ ജീവിതത്തിൽ വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെട്ട് അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം ദൈവം പ്രിയ സഹോദരി അവിടുന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. സുവിശേഷീകരണം എന്ന് പറയുന്നത് ഏതൊരു ക്രിസ്ത്യാനിയുടെയും ദൗത്യ എന്ന് വെച്ചാൽ നമ്മൾ രുചിച്ചറിഞ്ഞ കാര്യങ്ങൾ, നമ്മൾ യേശുവിനെ കണ്ട കാര്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് പറയാം. നമ്മുടെ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേനും 2 സഹോദരിമാരെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, യുവതിക്ക് സന്തുക എന്ന്. അവര് ഹല്ലേലൂയ സ്തോത്രം ആദ്യകാലം മുതൽ സുവിശേഷീകരണത്തിലുള്ള അവരുടെ പങ്കാളിത്തം വളരെ ഹല്ലേലൂയ സ്തോത്രം അത് വളരെ വലുതായിട്ടാണ് നമുക്ക് ആ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അനേക സ്ത്രീകളെ കുറിച്ച് നമുക്ക് വചനം കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു ശമര്യയിലൂടെ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അങ്ങനെ അവൻ സുഹാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവയുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു എന്നാണ് പറയുന്നത്.
ഹല്ലേലൂയ സ്തോത്രം. ശമരിയ സ്ത്രീ കുറിച്ച് പറയുമ്പോഴത്തേനും യേശു ശമരിയയിലൂടെ സുഹാർ എന്ന പട്ടണത്തിലൂടെ യാത്ര ചെയ്തു വരുമ്പോൾ യേശുവിനെ വിശ്രമിക്കാനായിട്ട് യേശുവിനെ നന്നെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരുന്ന സമയത്ത് അല്പം ക്ഷീണമാറ്റാം എന്നുള്ള ഒരു ഇതില് യേശു അവിടെ കിണറിന്റെ അരികെ വന്ന് ഇരിക്കുമ്പോഴാണ് ശമരിയ സ്ത്രീ വെള്ളം കോരുവാനായിട്ട് വരുന്നതായിട്ട് നമുക്ക് ആ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. കേവലം ഒരു സ്ത്രീയുടെ രക്ഷയ്ക്കായിട്ട് നിലവിലുള്ള വ്യവസ്ഥിതിയെ പോലും കർത്താവ് അവിടെ അവഗണിക്കുവാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ കാരണം എന്നാന്ന് വെച്ചാൽ യഹൂദയിലും ഗലീലയിലും പാർത്തിരുന്ന ഹല്ലേലൂയ അവിടുത്തെ യഹൂദന്മാർക്ക് പോക്കുവരവിനായി അതായത് ശമരിയയിലോട്ട് പോകുവാനായിട്ട് അവർക്ക് യാത്ര ലംഘിച്ചിരുന്നതാണ്. ആ സമയത്താണ് യേശു അവിടെ കടന്നു വരുന്നതും ആ ഒരു സ്ത്രീ മുഖാന്തരം ആ നിലവിലുള്ള വ്യവസ്ഥയെ പോലും മാറ്റുവാൻ തയ്യാറായിരിക്കുന്നതാണ് ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കാണിക്കുന്നത്. ദൈവത്തിന് ഇവിടെ സ്തോത്രം ചെയ്യുന്നു. അത് തനിക്ക് ലഭിച്ച ആ യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങള് അവര് ശമരിയ സ്ത്രീ മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കൊണ്ട ഇടയെ ആ ശമരിയ സ്ത്രീയെ കുറിച്ച് പറയുമ്പോഴത്തേനും അവരെ കുറിച്ച് യേശു ഇങ്ങനെ പറയുന്നു, അവർക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതോ നിനക്ക് ഭർത്താവല്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അതിനകത്ത് വായിക്കാൻ സാധിക്കും. ഒരുപക്ഷെ എന്റെ അഭിപ്രായത്തിൽ എന്താന്ന് ചോദിച്ചാല് ആ 5 ഭർത്താക്കന്മാരുണ്ട്, 6 ഭർത്താക്കന്മാരുണ്ട്. ഇന്നത്തെ കാലത്താണ് അവരെ മറ്റുള്ള സമൂഹം അവരെ അംഗീകരിക്കാൻ പാടാ. പക്ഷെ ആ കാലങ്ങളില് അവരില് ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതി അവരിൽ ഉള്ളത് കൊണ്ടായിരിക്കാം 6 ഭർത്താക്കന്മാരുള്ള സ്ത്രീ യേശുവിനെ കാണുന്നതും അത് മറ്റുള്ളവരിലേക്ക് പറയുകയും ആ സമയത്ത് പട്ടണത്തിലുള്ളവരെല്ലാം ഓടിക്കൂടിയെന്നാ പറഞ്ഞ ഈ സ്ത്രീ പറഞ്ഞത് കൊണ്ട് ആ സ്ത്രീ അവർ അതുപോലെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇവര് പറഞ്ഞ കാര്യങ്ങള് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ജനങ്ങളിലുള്ള ആ പട്ടണത്തിലുള്ള ജനങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയെന്ന് ഹല്ലേലൂയ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ സ്ത്രീകൾക്ക് ഹല്ലേലൂയ സ്തോത്രം അത് അത്രയും പുരുഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ അത് ലോകം വളരെ ഒരു നിന്ദതയായിട്ടാണ് തരുന്നത്. പക്ഷേ അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ അവർ സമൂഹത്തിൽ ഒരു നീച സ്ത്രീയായിട്ട് അവരെ കണക്കാക്കിയെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവര് മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ ജനമെല്ലാം ഓടിക്കൂടിയെന്നാണ് നമുക്ക് തുടർന്നുള്ള വാക്യത്തിലെല്ലാം വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അവൾ ആ ദൈവത്തിന്റെ യേശുവിന്റെ മാഹാത്മ്യം അവള് പട്ടണക്കാരെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവരിലുള്ള സന്തോഷം വേറെ. അവൾ അറിഞ്ഞ കാര്യങ്ങൾ അവൾ ഉറച്ച വിശ്വാസത്തോടെ ആയിരുന്നു. അതേസമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ ആരാധനയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മറ്റു താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പിതാക്കന്മാർ ആ മലയിലും അല്ല ഈ മലയിലും അല്ല അങ്ങനെ ആരാധിച്ചിരുന്നുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു. അവൾക്ക് ആ കാര്യമേ അറിയത്തുള്ളൂ. പിതാക്കന്മാർ പോയി മലയിൽ ആരാധിച്ച കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അവൾക്ക് അറിയത്തുള്ളായിരുന്നു. പക്ഷെ അവൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇരുന്നത് എങ്കിലും അവൾക്കറിയാം ഒരു യേശു ഉണ്ട് എന്ന് അവിടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ യേശു ആരെന്നുള്ളത് അവൾക്ക് അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായി പോയിരുന്നു. എങ്കിലും അവള് ഇങ്ങനെ വെള്ളം കോരാനായിട്ട് ചെന്നപ്പോൾ യേശുവിനെ കണ്ട കാര്യവും യേശു അവളോട് സംസാരിച്ച കാര്യങ്ങളെ കുറിച്ചും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് അറിയായിരുന്നു ഇത് ഒരു സാക്ഷാൽ ഒരു ഒരു പ്രവാചകനാണ് എന്നുള്ള ചില അവിടെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് അവളോട് പറയുകയും അവിടെ സംശയങ്ങൾ അവർ തീർക്കുകയും ചെയ്തു. അപ്പൊ ആ സംശയം തീർത്തതിന്റെ ഇടയ്ക്ക് അവൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം മലയിലുണ്ട്, ആ മലയിലുള്ള ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്ന എന്തൊക്കെ അവളിങ്ങനെ യേശുവിനോട് പറഞ്ഞപ്പോഴത്തേനും യേശു അവളോട് പറഞ്ഞിരിക്കുന്ന അവള് കിട്ടിയ സമയം പാഴാക്കാതെ അവളിലുള്ള ആ മനസ്സിലുള്ള കാര്യങ്ങള് അവള് യേശുവുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും യേശു അവളോട് പറഞ്ഞു ആ മലയിലും അല്ല ഈ മലയിലും ഞാൻ സാക്ഷാൽ ദൈവമാകുന്നു, ഞാൻ മെസ്സിയ ആകുന്നു എന്നൊക്കെ അവളോട് പറഞ്ഞു. പക്ഷെ അവൾ ആ മെസ്സിയ ആകുന്നുള്ള പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഉടനെ അവൾക്ക് അത് വിശ്വസിക്കാൻ തക്കവണ്ണം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും അവിടെ കാര്യങ്ങള് ഇങ്ങോട്ട് ഓരോന്ന് കർത്താവ് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് മനസ്സിലായത് സാക്ഷാൽ മെസ്സിയ ആകുന്നു എന്ന്. അതിന്റെ 4:28, 29 വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചതിനകത്ത് കണ്ട് അവള് ഓടിച്ചെന്ന് അവള് പാത്രം വെച്ചിട്ട് പട്ടണത്തിലുള്ള ജനങ്ങളോട് പറഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവള് വെള്ളം കോരുവാൻ പോയ സമയത്താണ് യേശു വരുന്നത്. പക്ഷെ ഇവള് യേശുവിനെ കുറിച്ച് കേട്ട ഉടനെ വെള്ളം എടുക്കാൻ പോയ പാത്രം പോലും അവിടെ വെച്ചിട്ട് അവൾ ഓടിപ്പോയെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ വെള്ളം എടുക്കാൻ വന്നതല്ലേ, ആ വെള്ളം എടുത്തോണ്ട് പോയിട്ട് മറ്റുള്ളവരോട് പറയാം എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഇതായിരുന്നു നമ്മുടേത്. പക്ഷെ അവൾ അങ്ങനെയല്ല, ആ പാത്രം അവിടെ വെച്ചിട്ട് അവൾ ഓടിപ്പോയെന്ന് പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് അവിടെ ലക്ഷ്യം ഇതേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വെള്ളമല്ല, എനിക്ക് വീട്ടിൽ പോയി മറ്റുള്ളവരോടും സുഹൃത്തുക്കളോടും ഒക്കെ യേശുവിനെ കുറിച്ച് പറയണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം അവിടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവള് വെള്ളം കോരുവാൻ കൊണ്ടുവന്ന പാത്രം പോലും അവിടെ വെച്ച് ഓടിയിട്ട് അവൾ അതിന് 29 വാക്യത്തിൽ പറയും, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ആ മനുഷ്യനെ വന്ന് കാണുവാനെന്ന് അവള് പറഞ്ഞിരിക്കുന്നത്.
ദൈവം എന്നോട് യേശു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വന്ന് നിങ്ങൾ വന്ന് കാണാനാ പറഞ്ഞ. അവൾ അവിടെ അനുഭവത്തിൽ നിന്നാ യേശു അവരോട് പറഞ്ഞത്, ജനങ്ങളോട് പറഞ്ഞത്. അവിടെ അനുഭവം ഇതായിരുന്നു. ഞാൻ നേരിട്ട് മറ്റൊരാൾ പറഞ്ഞല്ല, ഞാൻ നേരിട്ട് എന്റെ യേശുവിനെ ഞാൻ കണ്ടു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവർ പറഞ്ഞാൽ നമുക്ക് അത്രയും വിശ്വാസം വരത്തില്ല. നമ്മൾ എന്റെ കർത്താവിനെ രുചിച്ചറിയണം, എങ്കിലേ നമുക്ക് അതിന്റെ അനുഭവത്തിൽ നിന്ന്, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ വാക്ക് കേട്ട ഉടനെ എല്ലാവരും അവിടെ ചെന്ന് യേശുവിനെ കാണുകയും, അപ്പൊ അവളോട് പറഞ്ഞു, ഇനി നിന്റെ വാക്കുകളല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അതിന്റെ 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. നീ പറഞ്ഞതൊക്കെ ശരി, ഞങ്ങൾ അത് വിശ്വസിച്ചു. പക്ഷേ ഇനി നീ അതിനെക്കുറിച്ച് ഞങ്ങളോട് പറയണ്ട, ഇനി ഞങ്ങൾ തന്നെ കേൾക്കുകയും സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ സാക്ഷാൽ സുവിശേഷകരിയായിരിക്കുന്ന ഒരു ശമരിയ സ്ത്രീയെ പോലെ നമുക്കും അത് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ കുറിച്ച് ദർശിക്കാനുള്ള ഒരു വാഞ്ച നമ്മൾ അറിഞ്ഞ ശേഷം അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പകരേണ്ടത് ഒരു സുവിശേഷീകരണത്തിന്റെ ഉള്ള ഒരു ഭാഗമായിട്ടാണ് ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം കാണുന്നത്. അവൾ ഈ യേശുവിനെ കുറിച്ച്, ആരാധനയെ പറ്റി, മെസ്സിയായുടെ വരവിനെ കുറിച്ചൊക്കെ ഒരു നല്ല ഒരു സ്തോത്രം, ഒരു അറിവ് അവൾക്ക് ഉണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എങ്കിലും അവൾ അത് നിഷേധിക്കാതെ തന്നെ അവള് യാക്കോബിന്റെ കിണറിനരികെ ചെന്ന് അവള് വെള്ളത്തിന് ആ സമയത്ത് ചെല്ലാനും യേശു അവിടെ വരാനും ഒക്കെയുള്ള ഒരു കാരണവും അത് മുഖാന്തരം അവള് മറ്റുള്ളവർക്ക് പറയും. നമ്മളിപ്പം സുവിശേഷം പറയാൻ ബൈബിൾ കോളേജിൽ പോകണമെന്നില്ല. ദൈവത്തിന് വന്നിട്ട് സ്തോത്രം. യേശുവിന്റെ രക്ഷ നമ്മള് ആ സന്ദേശം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പ്രത്യേകമായിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇവിടെ ആവശ്യമായിട്ടില്ല. കർത്താവ് നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. കർത്താവ് നാം അറിഞ്ഞ സത്യത്തെ നമ്മൾ മറ്റുള്ളവരിലേക്കും പകരുക. ദൈവത്തിന് നമ്മുടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു ദിവസം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സഹോദരിയെ കാണുമ്പോൾ തന്നെ അവരോട് നമ്മൾ അറിഞ്ഞ സത്യം പറയുക. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം കണ്ട് ശമരിയ സ്ത്രീ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ അറിഞ്ഞ സത്യത്തിൽ നിന്നുകൊണ്ട് അവർ കിട്ടിയ സമയം അവർ ഓടി നടന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് ഹല്ലേലൂയ പറയുവാനായിട്ട് ഇടയായി. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു വിശുദ്ധിയോടും വേർപാടോടും കൂടി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മളെ കിട്ടുന്ന സമയം നമ്മളെ വിശുദ്ധിയോടും വേർപാടോടും കൂടി നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയതിന്റെ ശേഷം നമ്മൾ മറ്റുള്ളവരിലേക്കും ആ സുവിശേഷത്തെ പകരുവാൻ തക്കോണം ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം നമ്മളിൽ ഓരോരുത്തരും ആ സത്യ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പറയുവാൻ തക്കോണം നമ്മൾ ഇടയാക്കണം. ശമരിയ സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്നു പറയാൻ. ആ സമയത്തുണ്ട് നമുക്ക് യാതൊരു സ്വാതന്ത്ര്യക്കുറവും ഇല്ല. നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുകയാണ് പറയുവാൻ തക്കവണ്ണം. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളൊക്കെ സുവിശേഷമൊക്കെ പറയുന്ന അനേകരെ ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. തടങ്കലിലൊക്കെ ആയിരിക്കുന്നു. അതുപോലെ തന്നെ അവരെ കൊല്ലുന്നു, തല്ലുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഹല്ലേലൂയ അറിഞ്ഞ സത്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരാൻ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. ആകയാൽ പരിമിതമായിരിക്കുന്ന ഈ ആയുസ് നമുക്ക് കർത്താവ് എത്രത്തോളം ആയുസ് തരുന്നോ അത്രത്തോളം നമ്മൾ ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ തക്കണം. നമ്മുടെ ഹല്ലേലൂയ ഈ സൂമിലായിരിക്കുന്ന എല്ലാ സഹോദരിമാരും മറ്റുള്ളവരിലേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ നമ്മൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരിലേക്കും അത് പകരുവാൻ തക്കണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പരിമിതമായ വാക്കുകളിൽ നിന്ന് ഇരിക്കുന്നു. നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയം എനിക്ക് വേറെ തിരിച്ചു വന്നാൽ നമ്മുടെ ട്രിനിറ്റി പ്രയർ ഗ്രൂപ്പിന്റെ ലേഡീസ് മീറ്റിംഗിന്റെ ഭാരവാഹികളായിരിക്കും നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന മേരിക്കുട്ടി ആന്റി, സിസ്റ്റർ സെക്രട്ടറി ആയിരിക്കുന്ന ഷൈല ബെന്നി, ജാൻസി സിസ്റ്റർ, മറ്റു ഭാരവാഹികളായിരിക്കുന്ന എല്ലാവരും ഇനി സൂമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ വിരമിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നല്ലൊരു ദൈവവചനം നമ്മളോട് പങ്കിടുവാൻ തക്കണം. പ്രിയ ദൈവദാസിയെ അവിടുന്ന് അനുഗ്രഹിച്ചു. തന്റെ ദാസിയെ തന്റെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ശമരിയ സ്ത്രീയെ പോലെ അവൾ അറിഞ്ഞതായ സത്യം ആദ്യം ദൈവത്തെ തന്നെ അവൾക്ക് വെളിപ്പെടുത്തി, പിന്നെ അവളെ തന്നെ ദൈവം വെളിപ്പെടുത്തുവാൻ തക്കണം. അങ്ങനെ നമ്മളുമായിട്ടുള്ള ഇടപെടലും നമ്മളെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ നമ്മൾ അറിയുവാനും ദൈവത്തിൽ കൂടെ നമ്മളെ അറിയുവാനും നമ്മൾ മുഖാന്തരം മറ്റുള്ളവരെ അറിയുവാനും മറ്റുള്ളവരെ അറിയിക്കേണ്ട നമ്മൾ അറിയിക്കാൻ ഈ നാളുകളിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അധികമായി ചെയ്യുവാന് നിന്റെ ദാസി പറഞ്ഞ വചനപ്രകാരം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ. മൈക്ക് ഓഫ് ആണേ. ദേവദാസിയുടെ ഞാൻ പ്രസംഗം പറഞ്ഞത് കേട്ടായിരുന്നു. അത് കേട്ടായിരുന്നോ വചനം പറഞ്ഞത്?
ദൈവദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശബരി ആ സ്ത്രീയെ പോലെ നമ്മൾ മുഖാന്തരം നമ്മളെ ദൈവം വെളിപ്പെടുത്തും, ദൈവത്തെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. പിന്നീട് നമ്മൾ ലോകത്തെ മറ്റുള്ളവരെ വെളിപ്പെടുത്തുവാനും നമ്മൾ മുഖാന്തരം ഒരു പട്ടണം രക്ഷിക്കപ്പെടുവാനും നമ്മളാലാവോളം ഈ നാളുകൾ ചെയ്യുവാൻ നിന്റെ ദാസിയെ ദൈവം വീണ്ടും അധികമായി വിവരങ്ങൾ എടുത്ത് ഉപയോഗിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാം ഇത്രത്തോളം ഭംഗിയായി എല്ലാവരും പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർപ്പാൻ ദൈവം അടിയനെയും ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുവാൻ തക്കണ്ണോടുന്ന് ബലപ്പെടുത്തി ഇതിന് ഏൽപ്പിച്ച എല്ലാ നേതൃത്വം ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും ഞാൻ ഷൈല സിസ്റ്ററിന് ഐക്യ കൈമാറിക്കൊണ്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ആരെങ്കിലും പ്രാർത്ഥിപ്പിച്ചു ഗ്രേസി ആന്റി പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കട്ടെ വിലയേറിയ സമയത്തിനായിട്ട് സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളാ ഞങ്ങൾക്ക് കർത്താവേ അങ്ങയുടെ പാദപടം ചേർന്ന് വരുവാൻ അമ്പാപിതാവേ എന്ന് വിളിക്കുവാൻ ഭാഗ്യം തന്ന കർത്താവിന് നന്ദിയോട് സ്തോത്രമില്ല. അതിനുള്ള സഹോദരിമാരെ എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെ അവരുടെ ആവശ്യങ്ങളെയും സ്തോത്രത്തോടെ അറിയിക്കുന്നു. അടിയങ്ങളെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി മെമ്പേഴ്സിന് എല്ലാവരെയും യേശുവിന്റെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, വചന ശുശ്രൂഷ എല്ലാം അങ്ങയുടെ നാമഹത്വമായി സ്വർഗം സന്തോഷിക്കുന്ന സമയമാക്കി തന്നതിനായിട്ട് സ്തോത്രം. അടിയങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു സമയം തന്നല്ലോ, അതിന് നന്ദി കർത്താവേ. ഞങ്ങളെപ്പോലെ എത്രയോ ദൈവമക്കൾക്ക് സാന്ദ്രത്തോട് കർത്താവിനെ ആരാധിപ്പാൻ കഴിയുന്നില്ല കർത്താവേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സുവിശേഷ വിരോധികളെല്ലാം യേശുവിന്റെ മക്കളാക്കണേ. എന്റെ യേശുവിന്റെ നാമം സകല നാമത്തിന് മേലായ നാമം എല്ലാ ഭവനങ്ങളിലും എത്തിച്ചേരുവാൻ കർത്താവേ നീ കൃപയണേ. പ്രാണപ്രിയന്റെ വരവ് അടുത്തിരിക്കാൻ ഞങ്ങളുടെ വിളക്കിൽ എപ്പോഴും എണ്ണയുണ്ടോ എന്ന് ശോധന ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിപ്പാൻ കൃപ നൽകണേ. ഞങ്ങളുടെ ദൈവത്തെ എതിരേൽപ്പാൻ എപ്പോഴും ഒരുക്കമുള്ളവരാക്കി ഞങ്ങളെ തീർക്കണേ കർത്താവേ. ലൈൻ ലീഡ് ചെയ്ത ആസിയെയും കുടുംബത്തെ അനുഗ്രഹിച്ച് എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കുഞ്ഞാടെ രക്തത്തെ ഞങ്ങൾ എല്ലാവരെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കും. കൃപയോട് കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മളെ ആശീർവാദ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മളോടും എല്ലാ ദൈവമക്കളോടും ഇന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിന്റെ ഒരു പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ലേഡീസ് മീറ്റിംഗ് എത്രത്തോളം അനുഗ്രഹത്തോടെ നടത്തപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലീഡ് ചെയ്ത പ്രിയ ലത സിസ്റ്റർ വളരെ നന്നായി ലീഡ് ചെയ്യുവാനും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുപാടി ദൈവത്തെ ആരാധിപ്പാനൊക്കെയും ദൈവമായ കർത്താവ് സഹായിച്ചു. അതുപോലെ നല്ലൊരു സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിപ്പാൻ ഗ്രേസി പോൾ ആന്റിയെ ദൈവം സഹായിച്ചു. അതുപോലെ നല്ലൊരു പാട്ട് പാടുവാൻ നമ്മുടെ ജാനസി സിസ്റ്റർ ദൈവം സഹായിച്ചു. അതുപോലെ അനുഭവ സാക്ഷ്യം പറയുവാൻ സ്നേഹ ബിജോയ് സിസ്റ്റർ ദൈവം സഹായിച്ചു. മനോഹരമായ ഒരു പാട്ട് പാടുവാനും പ്രിയ സഹോദരിയെ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ പ്രിയ സിനി ബാബു സിസ്റ്റർ ദൈവം സഹായിച്ചു. ബൈബിൾ റെഫറൻസ് നടത്തുവാനും പ്രിയ സഹോദരിയെ ദൈവം സഹായിച്ചു. അതുപോലെ സ്പെഷ്യൽ പ്രോഗ്രാം ജാൻസി സിസ്റ്ററിന് പകരമായി സ്നേഹ ബിജോയ് സിസ്റ്റർ നടത്തുവാൻ തക്കണം ഇടയായി തീർന്നു. അവസാനമായി നമ്മുടെ തങ്കമ്മ ഗ്രബിൻ സിസ്റ്ററിലൂടെ ശമരിയാക്കാരി സ്ത്രീയെ കുറിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കേൾക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മേരിക്കുട്ടി ആന്റിക്ക് സംസാരിക്കാമെങ്കിൽ മൈക്ക് ഞാൻ കൈമാറുന്നു. സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കാം. ആന്റി സുഖയില്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാതിരുന്നത്. ആന്റി കേൾക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാം, വീഡിയോ ഓൺ ആക്കിയില്ലെങ്കിൽ. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ പ്രോഗ്രാമിന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടത്താൻ പേര് തരാൻ താല്പര്യമുള്ളവർ തരിക. നമ്മുടെ ഗ്രേസി പോൾ ആന്റി ലീഡ്